തൃപ്പൂണിത്തുറ നഗരസഭയിൽ കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. അവിശ്വാസ പ്രമേയത്തെ ചൊല്ലിയാണ് തർക്കം. ബി.ജെ.പിയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. എൽ.ഡി.എഫ് ഭരിക്കുന്ന നഗരസഭയിൽ എൽ.ഡി.എഫും യു.ഡി.എഫും വിട്ടുനിന്നു. യോഗം നടക്കാതെ വന്നതോടെയാണ് ബി.ജെ.പി. കൌൺസിലർമാർ പുറത്തിറങ്ങുകയും തർക്കമുണ്ടാവുകയും ചെയ്തത്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഈ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? സുജയ, ഇന്ന് തൃപ്പൂണിത്തുറ എൽ.ഡി.എഫ് ഭരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബി.ജെ.പിയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 49 അംഗ നഗരസഭയാണ്. 49 അംഗ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാൻ 25 അംഗങ്ങൾ എങ്കിലും പങ്കെടുക്കണം. ബി.ജെ.പിക്ക് 17 അംഗങ്ങളാണുള്ളത്. 17 പേർ മാത്രമാണ് ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. ഇതോടെ ചർച്ച നടന്നില്ല. ഇതിന് പിന്നാലെ ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. അതോടൊപ്പം തന്നെ യു.ഡി.എഫ് പ്രവർത്തകരും ഇത്തരത്തിൽ എൽ.ഡി.എഫ് ഭരണത്തിനെതിരെ പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുമ്പിലേക്ക് എത്തി. തുടർന്നാണ് ഇരു വിഭാഗം പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. അത് തുടർന്ന് ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തുകയായിരുന്നു. പോലീസ് ഇടപെട്ട് ഇരു വിഭാഗത്തെയും അണിനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളും ഇരുവിഭാഗത്തെയും മാറ്റിയിട്ടുണ്ട്. എന്തായാലും അവിശ്വാസ പ്രമേയ ചർച്ച നടത്താൻ ബി.ജെ.പി. ശ്രമിച്ചു. എന്നാൽ കോൺഗ്രസ് അടക്കം വിട്ടുനിന്നതോടെ അവിശ്വാസ പ്രമേയ ചർച്ച നടന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. സുജയ.